സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ, അല്ലെങ്കിൽ എൻ്റെ പാരൻസ്? ഹായ് ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നോറയുടെ സ്റ്റോറി ഇപ്പോൾ എല്ലാവരും ബിഗ് ബോസിൽ കൂടെ കണ്ടു കാണുമായിരിക്കും. പാവം, വലിയ കഷ്ടമാണ്. ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര പീഡനവും കാര്യങ്ങളൊക്കെ സഹിക്കാൻ വയ്യ. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായി. ഇതേ കിടക്കുന്നു. ഇനി ഭർത്താവിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം. കൂടുതൽ വളച്ചൊടിക്കുന്നില്ല, വീട്ടിലോട്ട് പോവാം. എൻ്റെ ഒരു പേഴ്സണൽ വീഡിയോ ആണ്. കുറേ ദിവസമായിട്ട് എന്താ പറയുക, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്യുന്നുണ്ട്. മെയിനായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ അഭിമാന പ്രശ്നമാണ്. ഓക്കെ, അതെന്താ വെച്ചാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ വ്യൂ ചെയ്യുന്ന ഒരു ചാനലിൽ ഇപ്പോൾ ഒരു പ്രോഗ്രാം നടന്നുകൊടുക്കുന്നുണ്ട്, ബിഗ് ബോസ്. അതിൽ ഒരു വ്യക്തി ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു വ്യക്തി ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എന്താ പറയുക, ആൾക്കാരെ കബളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇപ്പം റിയാക്ട് ചെയ്തില്ലെങ്കിൽ പിന്നെ എപ്പം റിയാക്ട് ചെയ്യാനാ? എൻ്റെ ഫാമിലി സപ്പോർട്ടും ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ടും കസിൻസ് എല്ലാവരും എന്താ പറയുക, എനിക്ക് മെസ്സേജ് അയച്ചു വെച്ചിട്ടുണ്ട്, നീ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നില്ല? എന്തുകൊണ്ട്? ഞാൻ റിയാക്ട് ചെയ്യാത്ത എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു റിയൽ ലൈഫിൽ ജീവിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ പാസ്റ്റ് ആലോചിക്കാൻ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ഞാനിപ്പോൾ റിയാക്ട് ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എന്താ പറയുക, ഇതിൻ്റെ സത്യാവസ്ഥ അറിയൂ. ബാക്കിയുള്ളവർക്ക് എന്താ പറയുക, വലിയ പ്ലാറ്റ്ഫോമിൽ എന്താ പറയുക, എന്തും വിളിച്ചു പറയാം. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് എന്താ പറയുക, ക്ലാരിറ്റി, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്താ ആൾ പറയുന്നത്, ഞാൻ ഡിവേഴ്സ് നൽകാൻ തയ്യാറായിട്ടില്ല എന്ന്. ഒരിക്കലും ഞാൻ തയ്യാറാകാതിരുന്നില്ല. ഞാൻ ഇന്ന് ഡിവേഴ്സ് കിട്ടിയാൽ ഇന്ന് സൈൻ ചെയ്ത് കൊടുക്കും. ആ ഒരു കണ്ടീഷനിലായിരുന്നു ഞാൻ ആ ഒരു സമയത്തുള്ളത്. ഏകദേശം കല്യാണം കഴിഞ്ഞ് ഒരു 3 മാസമായിട്ടുണ്ടാവും. ഞങ്ങൾ എന്താ പറയുക, പരസ്പരം മുന്നോട്ട് ഒന്നിച്ച് ജീവിക്കാൻ പറ്റൂല. രണ്ടാളും മ്യൂച്വലി ആയിട്ട് ഡിസൈഡ് ചെയ്ത ഒരു കാര്യമായിരുന്നു, ഇനി മുന്നോട്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ പെട്ടെന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരും. ഫാമിലിൻ്റെ സൈഡിൽ നിന്ന് വരും, ഫ്രണ്ട്സിൻ്റെ സൈഡിൽ നിന്ന് വരും, സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് വരും. എന്തുകൊണ്ട് നിങ്ങൾ സെപ്പറേറ്റ് ആണ്? ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ഞാൻ തരാം. അപ്പോൾ ആൾ എന്നെ എന്താ പറയുക, ഈ ഷോയിൽ പറഞ്ഞിട്ടുണ്ട്, അതും റിലേറ്റഡ് ആയിട്ട് തന്നെ എൻ്റെ ആൻസർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ കറക്റ്റ് തരാം. ഞാൻ ഡിവോഴ്സ് കൊടുക്കാൻ എന്താ പറയുക തയ്യാറായിരുന്നു. പക്ഷേ ആൾ ഇങ്ങോട്ട് ആവശ്യപ്പെട്ട എന്താ, ഒരു ഫയൽ FIR ഇട്ട് ഒരു വെള്ള പേപ്പറിൽ എഴുതി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താ പറയുക, സാക്ഷികൾ കണ്ട മൊഴി വേണ്ട. നിങ്ങൾക്കറിയാം, കല്യാണം കഴിച്ചിട്ടുള്ള കുറച്ച് പേർക്ക് എന്താ പറയുക, ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്ത് ഒരുപാട് പേരുണ്ടാവും. അപ്പോൾ ഭാര്യമാർക്ക് എന്താ പറയുക, ഒരു വെള്ള പേപ്പറിൽ എഴുതി കൊടുക്കുക, മർദ്ദനം, പീഡനം, 498A, ഭർത്താവിൻ്റെ പീഡനം, ഭർത്താവിൻ്റെ വീട്ടുകാരെ പീഡനം, ഉമ്മയും ഉപ്പ എല്ലാവരിലും ഇൻക്ലൂഡഡ് ആവും. അപ്പോൾ ഇവർക്ക് ഞാൻ ജാമ്യം എടുക്കേണ്ട ഗതികേട് എനിക്ക്. അപ്പം നോറ പറഞ്ഞു കേട്ടല്ലോ, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് ഭയങ്കര പീഡനവും കാര്യങ്ങളാണ്. നമ്മൾ ഡിഗ്രിക്ക് പഠിക്കാൻ നേരത്തെ കണ്ടായിരുന്നു കല്യാണവും കാര്യങ്ങളും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ പോകുമ്പോൾ പിന്നെ ഒത്തുപോകാൻ പറ്റിയില്ല, അതുപോലെ ഭയങ്കര ഇതായിരുന്നു എന്നൊക്കെയാണ് പുള്ളിയുടെ അറിയാലോ ബിഗ് ബോസ് സ്റ്റോറികളൊക്കെ കേട്ടപ്പോൾ. ഭർത്താവ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊരു ലോങ് വീഡിയോ ആണ് കേട്ടോ സത്യത്തിലാണ്. പുള്ളി എങ്ങനെയാണ് ഇപ്പോൾ അതിനകത്ത് പറയാൻ ചെയ്തത്, അച്ഛനും അമ്മയ്ക്കും എന്നോട് ഭയങ്കര ഇതുമല്ലായിരുന്നു, ഇപ്പോൾ അവരെന്നെ നല്ല രീതിയിൽ സ്നേഹിച്ചിട്ടാണ് ഈ ഷോയിലോട്ട് എന്നെ പറഞ്ഞു വിട്ടത് എന്ന് ആലോചിക്കും. സാധാരണ ഒരു പ്രശ്നം വരുവാണെങ്കിൽ അച്ഛനും അമ്മമാർ എന്ത് കാര്യത്തിന് കൂടെ നിൽക്കേണ്ടത്, ഇത് എന്തുകൊണ്ട് അച്ഛനും അമ്മയും കൂടെ നിന്നില്ല? അതാണ് ഞാൻ ഈ ചോദിക്കുന്നത്. അപ്പോൾ ബാക്കിയും കൂടെ നമുക്കൊന്ന് കേട്ടോ. ഈ ഒരു കണ്ടീഷൻ എന്താ പറയുക, എനിക്ക് ഒത്തുപോകാൻ പറ്റൂല. ഇപ്പം എൻ്റെ പേരിൽ എല്ലാവരും ഒരു കേസ് ഇടുക, കോമ്പൻസേഷൻ, ഇത് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് എന്താ പറയുക ഒരു ഡിവോഴ്സ്. ഞാൻ ആളോട് ഇത് മാത്രമേ പറഞ്ഞുള്ളൂ, ഈ കേസ് പിൻവലിക്കണം. ഇത് രണ്ടാളും മ്യൂച്വലായി ഡിസൈഡ് ചെയ്തല്ലേ, പിന്നെ എന്തിനാണ് കോമ്പൻസേഷന്? പിന്നെ എന്തിനാണ് എൻ്റെ പാരൻസിൻ്റെ പേരിൽ കേസ്, എൻ്റെ പേരിൽ കേസ്? അപ്പോൾ ഞാൻ എന്താ പറയുക, ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഇത് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കണ്ടീഷൻ ഞാൻ അങ്ങോട്ട് വെച്ച്. അപ്പോൾ ആൾ എന്താ പറയുക, ഓക്കെ ആയില്ല. ഏകദേശം 1 വർഷം എടുത്തിട്ടുണ്ട്. ആള് ഓക്കെ പറയാം, ഓക്കെ എൻ്റെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ കിട്ടൂല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആളെന്ത്, ഓക്കെ മ്യൂച്വലായിട്ട് ഡിവോഴ്സ് ചെയ്യുക, അത് അങ്ങനെ തന്നെ ക്ലോസ് ചെയ്യും. അതിനുശേഷം ഞാൻ എന്ത് ചെയ്ത്, എൻ്റെ ലൈഫ് അവിടെ തീർന്നിട്ടില്ല. ഞാൻ എന്താ പറയുക, നാട് വിട്ട് ഇപ്പോൾ UAE-ലാണുള്ളത്. ഞാൻ അന്ന് പോയിട്ടുണ്ട്. അന്ന് പോയി ഒരു 10 മാസം കൊണ്ട് അലഹംദുലില്ലാ കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ എന്താ പറയുക സെറ്റിലായിട്ടുണ്ട്. പഠിച്ചോൻ കൂടെ നിന്നിട്ട് എന്താ പറയുക, എൻ്റെ കൂടെ നിന്നിട്ട് എന്താ പറയുക, എന്നെ കൈ പിടിച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടായിട്ട് എനിക്ക് എന്താ പറയുക, എന്നെ മനസ്സിലാക്കുന്ന ഒരു നല്ലൊരു ലൈഫ് പാർട്ണറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആളെ കൂടെയാണ് ഞാൻ ജീവിക്കുന്നത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഇഷ്യൂസ് നടക്കുന്നവരെ എൻ്റെ ഫാമിലിനെ, എനിക്കും എൻ്റെ പാർട്ട്ണറിൻ്റെ ഫാമിലി എത്രത്തോളം എഫക്റ്റ് ചെയ്യും? ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതായിരിക്കും, എന്തുകൊണ്ട് ഡിവോഴ്സായി? ഡിവോഴ്സ് ആകാൻ എല്ലാവർക്കും അവരുടേതായ റീസൺസ് ഉണ്ടായിരുന്നു. എനിക്കും എൻ്റെതായ റീസൺസ് ഉണ്ട്, വ്യക്തമായുള്ള റീസൺ ഉണ്ട്. പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു ഗേളാണ്. അപ്പോൾ അതിൽ കൂടി എന്താ പറയുക, ആൾ കുറച്ച് ഏണിങ്സ്, അതായത് ഹ്യൂജ് എമൗണ്ട്, ആൾ എടുത്ത് പറയുന്നുണ്ട്, ഹ്യൂജ് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഹ്യൂജ് എമൗണ്ട് കൊണ്ട് ആൾ എന്താ പറയുക സ്വന്തമായിട്ട് ഒരു വീട് ഉണ്ടാക്കി. ഒരു വീട് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം അത്യാവശ്യം ലാക്സും കാര്യങ്ങളും വേണം, ചെറിയ വീടല്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു ഹ്യൂജ് എമൗണ്ട് കിട്ടിയിട്ട് ആൾ വീടും കാര്യങ്ങളും ഉണ്ടാക്കി ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വേറൊരു കാര്യം കൂടി ആൾ പറയുന്നുണ്ട്, ആ വീട്ടിലേക്ക് സ്വന്തം ഉപ്പ ഇതുവരെ കാല് വെച്ചിട്ടില്ല, സ്വന്തം ഉപ്പ ആ വീട്ടിലേക്ക് കയറിയില്ല. എന്തുകൊണ്ട്? നിങ്ങളുടെ പാരൻസ് അങ്ങനെയാണോ, അല്ലെങ്കിൽ
എൻ്റെ പേരൻസ്, എല്ലാവർക്കും പേരൻസ് ഉണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഏണിങ്സ് അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു എന്താ പറയുക മാസ ശമ്പളം ഒരു 10,000 രൂപ കിട്ടി, അവർക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മൾ കാറ് വാങ്ങി അല്ലെങ്കിൽ സൈക്കിൾ വാങ്ങി വീട് വെച്ച്, ഇതൊക്കെ എന്താ പറയുക നമ്മൾ പാരൻസിന് ഭയങ്കര പ്രൗഡ് മൂവ്മെൻ്റ് ആയിരിക്കും. എന്തുകൊണ്ട് ഈ ആളെ പാരൻ്റ് ആ വീട്ടിലേക്ക് കയറാത്തത്? ആൾ പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടി കിട്ടിയ പണം കൊണ്ടായതുകൊണ്ടാണ് എന്താ കയറാത്തത്. ഓക്കെ, സോഷ്യൽ മീഡിയയിൽ കിട്ടിയ പണങ്ങൾ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ആൾക്ക് ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോളോവേഴ്സുകളാണ്. ഇൻസ്റ്റാഗ്രാമിൽ എത്ര റവന്യൂ കിട്ടും? അത് ഈ അടുത്ത് സ്റ്റാർട്ട് ചെയ്താണ് റവന്യൂ കാര്യങ്ങളൊക്കെ. അത് നല്ല റീച്ചായ വീഡിയോസിന് എന്താ പറയുക ഏകദേശം എമൗണ്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാക്സിലേക്ക് പോവോ അല്ലെങ്കിൽ എന്താ പറയുക ഈ 1000-ൽ ഒതുങ്ങുമെന്ന്. അപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴിയിട്ട് ഇനി വേറിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക കൊളാബറേഷൻ ഉണ്ടാവും, ഇങ്ങനത്തെ ഷൂട്ടും കാര്യങ്ങളുണ്ടാവും. ഇതിൽ കൂടി എന്താ പറയുക ഏറിപ്പോയാൽ എത്ര എമൗണ്ട് കിട്ടും ഒരു ഷൂട്ട് അല്ലെങ്കിൽ ഒരു കൊളാബറേഷൻ? ഏറിപ്പോയാൽ എത്ര കിട്ടും? ഈ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഈ ആൾ മാത്രമല്ല, ഒരുപാട് പേര് എന്താ പറയുക ആണാണെങ്കിൽ പെണ്ണാണ്, ഞാനൊരു ഇൻഫ്ലുവൻസറാണ്. അപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം എൻ്റെ കറക്റ്റ് റവന്യൂ എത്ര ആണെന്ന്. അപ്പോൾ ഈ ആൾക്ക് ഇൻസ്റ്റാഗ്രാം വഴി ഇങ്ങനെ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ഇനി ആൾക്ക് യൂട്യൂബ് ഉണ്ട്, യൂട്യൂബിൽ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്? അപ്പോൾ യൂട്യൂബിൻ്റെ കാര്യത്തിൽ വരികയാണ്, യൂട്യൂബിൽ ആളെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങൾ കാണുന്നത്. ഏകദേശം വിരലിൽ എണ്ണാവുന്ന സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിന് നമ്മൾ കൂട്ടണ്ട. ഇനി വീഡിയോ ആണെങ്കിൽ എത്ര വീഡിയോ റീച്ച് ആയിട്ടുണ്ട്, എത്ര വീഡിയോസിൽ കൂടി ഏണിങ്സ് വന്നിട്ടുണ്ടാവും, ഈ വീഡിയോസ് ചെക്ക് ചെയ്ത് അങ്ങ് കാണാം. ഇവിടെ കുറേ ട്രാവലേഴ്സ് ഉണ്ട്, കുറേ എന്താ പറയുക വ്ളോഗേഴ്സ് ഉണ്ട്. ഇവർക്കൊക്കെ എന്താ പറയുക അത്യാവശ്യം നല്ല വ്യൂസ് കിട്ടുന്നുണ്ട്, മില്യൺസ് ലാക്സ് വ്യൂസ് കിട്ടും. അതിനനുസരിച്ചുള്ള റവന്യൂ അവർക്ക് കിട്ടുന്നുണ്ട്. എന്നാലും അതിനൊക്കെ ലിമിറ്റ് ഉണ്ട്. ഒരു ഹ്യൂജ് എമൗണ്ട് ഒരിക്കലും എന്താ പറയുക ഇവരില്ല. അപ്പോൾ യൂട്യൂബിൽ നിന്ന് എന്താ പറയുക നോ ചാൻസ്. ഇനി ഫേസ്ബുക്കിലേക്ക് പോവുകയാണെങ്കിലോ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഈ ഫേസ്ബുക്ക് എന്താ പറയുക ഈ ഏണിങ്സും കാര്യങ്ങളും ഒക്കെ ഫേസ്ബുക്കിൽ കൂടിയൊക്കെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടോ വെച്ച് അതിൻ്റെ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ ആയിട്ട് എന്തെങ്കിലും ചിലർ അതിൻ്റെ മേലോട്ട് എന്താ പറയുക ആരും കിടന്നിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ വേറെ കൺട്രീസ് ഉണ്ടാവും, നമ്മുടെ നാട്ടിൽ എന്താ പറയുക എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ആപ്ലിക്കേഷൻ കാര്യങ്ങൾ പറഞ്ഞത്. കോമൺലി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഇതാണ്. ഇതിൽ നിന്നാണ് മോസ്റ്റ്ലി കൂടുതൽ പേരും എന്താ പറയുക ഈ റവന്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഈ ആളും എന്താ പറയുക ആക്റ്റീവ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഇൻസ്റ്റാഗ്രാം യൂട്യൂബൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇത്രയും എന്താ പറയുക ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും അതുപോലെ കൊളാബറേഷൻ പ്രൊമോഷനൊക്കെ. എന്നാലും ലിമിറ്റ് ഇല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഏത് ആപ്പിലൂടെയാണ് ആൾ എന്താ പറയുക ഈ ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കിയത്? സ്വന്തം ഉപ്പം വീട്ടിൽ കയറാത്തതും ഞാൻ എന്താ പറയുക ഈ ആപ്പ് ആക്സെപ്റ്റ് ചെയ്യാത്തതും ഏത് ആപ്ലിക്കേഷൻ ആയിരിക്കും? നിങ്ങൾ എന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസർ കിട്ടും. പിന്നെ വേറൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാര്യം ഞാൻ ഡയറക്റ്റ് എന്താ ചെയ്തത്. അപ്പോൾ ഗൈസ് പുള്ളിക്കാരൻ പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കിൽ 3 ലക്ഷത്തോളം ഫോളോവേഴ്സ് ഉണ്ട്. എന്തായാലും ഫേസ്ബുക്കിൽ എത്രമാത്രം റവന്യൂ കിട്ടും? 1000 പോട്ടെ, ഒരു 10,000 കിട്ടിക്കോട്ടെ. അവർക്ക് ഇത്രയും വലിയ വീഡിയോ എടുക്കാൻ പറ്റും? ഇല്ല. പിന്നെ യൂട്യൂബ് 2700 സബ്സ്ക്രൈബർ. ഇവിടെ 600 സബ്സ്ക്രൈബർ ഉണ്ടാക്കി നമുക്ക് ഈ ഇടയ്ക്കാണ് 10,000 കയറിയ. എനിക്കിതൊരു 1 രൂപ കിട്ടിയിട്ടില്ല, മോണിറ്റൈസേഷൻ ആയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴവിടെ 4 വീഡിയോ, ഇവിടെ 150 വീഡിയോ ആവാറായി. നമുക്ക് കിട്ടിയിട്ടില്ല അപ്പോഴാണ്. അപ്പോൾ പിന്നെ അവളെങ്ങനെ ഉണ്ടാക്കി? പോട്ടെ. ഫേസ്ബുക്ക് 2.7 സംതിങ് ഫോളോവേഴ്സ്. അത് പിന്നെ കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഇല്ല. എന്നുവെച്ചാൽ ലൈക്ക് അതുപോലും ഇല്ല. പിന്നെ ഇതവളെങ്ങനെ ഉണ്ടാക്കി? യൂസ് യുവർ ബ്രെയിൻ ഫസ്റ്റ്. നിങ്ങൾക്ക് ആലോചിക്കുക അത് എങ്ങനെ ഇപ്പം അല്ലാതെ കുറേ ആപ്പും കാര്യങ്ങളും ഉണ്ടല്ലോ. പക്ഷെ ഞാൻ ആലോചിച്ചതെന്ന് വെച്ചാൽ ഞാൻ 100 എവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ ആലോചിച്ചതാണ്. ഇപ്പോഴേ ഏകദേശമൊക്കെ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത്. എന്തായാലും ഞങ്ങൾ പരിചയക്കാർ മീൻസ് എന്ന് പറഞ്ഞാൽ കണ്ടിട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ ഈ റീലും കാര്യങ്ങളും ഒക്കെ, അങ്ങനെ ഉദ്ദേശിച്ചത്. അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ പൊന്നോ, ഈ നമ്മളെടുത്തിട്ട് അലക്കല്ലേ. എന്തെങ്കിലും ആട്ടെ, നല്ല വീടും കാര്യങ്ങളൊക്കെ സെറ്റപ്പൊക്കെ ആയിട്ട് വരുമ്പോൾ ഇത് ബിഗ് ബോസ് ആണ്. കേരളം കാത്തിരിക്കുന്ന ഷോയാണ്. റീച്ചാണ് ഒരു 3-3.5 എല്ലാവർക്കും ആർക്കാണെങ്കിലും റീച്ച് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഏത് യൂട്യൂബേഴ്സിനാണെങ്കിൽ പോലും. പണ്ടെടുത്ത സനയുടെ കഥ പറഞ്ഞതാ, ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതിനിടയ്ക്ക് ഈ ഒരു കഥ. നമ്മൾ മണ്ടന്മാരല്ലേ ഇരിക്കുന്നവരൊക്കെ. എന്തായാലും എന്തെങ്കിലും ആട്ടെ, രക്ഷപ്പെടട്ടെ. ബൈ.